രമണി ഗുളികയാണതിരാവിലെ. എന്തിനാണ് അബി ഇങ്ങനെ പാടുന്നത്? പാടുന്നതാ ഒരു എൻജോയ്മെന്റ് വേണ്ടിട്ട്. എനിക്ക് ഒരു എൻജോയ്മെന്റും വേണ്ട. നീ അവിടെ നിന്ന് നേരത്തെ എത്തിച്ചു തരാൻ പറ്റുമോ? ഈ സാധനം വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് പാട്ട് പാടാന്ന് വിചാരിച്ചത്. നല്ല കിടന്നൊക്കെ പാടി കഴിഞ്ഞാൽ രസമില്ല. എന്ത് രസമായിട്ട് വേണം വെക്കൊണ്ടിരിക്കണം നമ്മള്. വേണ്ട വേണ്ട വേണ്ടെങ്കിൽ വേണ്ട. ഈ മാമോദിസ ചടങ്ങ് എത്ര നേരം വരെ കാണുമായിരിക്കും? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിക്ക് പോകുന്നത്. എടേ നിന്റെ ഫ്രണ്ടിന്റെ കൊച്ചിന്റെ തന്നെയാണ് ഇത്. നിനക്ക് കൊണ്ട് വിളിച്ച് ചോദിച്ചൂടെ? അല്ല, നിനക്കിപ്പോ നേരത്തെ ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യാനാ? എനിക്ക് ബോട്ടിമിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ട്. ആദ്യം എന്നെ അവിടെ എത്തിക്കാൻ നോക്ക്, എന്നിട്ട് നീ പ്ലാൻ ചെയ്താ മതി. 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു തന്നിട്ട് വലിയ ഡയലോഗ് അടിക്കല്ലേ. 500 രൂപയ്ക്കാ? 1500 നിനക്ക് തന്നത് ഞാൻ. 1500 രൂപ തന്നെ പറഞ്ഞത്. 1500ന്റെ പറഞ്ഞു തന്നപ്പോ 500 ആയി പോയതടേ. വിട്ടുകളടേ. പെട്രോൾ അടിച്ചെന്ന് പറഞ്ഞോണ്ട് മാത്രം വണ്ടി ഓടൂ? പിന്നെന്തോ പലം പട്ടയും കാട്ടിയുള്ള വേണോ? നല്ല കാമഡി. ഇതേപോലെ തന്നെ നിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അവിടെ പോയിട്ട് അടിച്ചോട്ടു. എന്തോന്ന്? അല്ല, അങ്ങോട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് പച്ചവെള്ളം പോലും തരാൻ ഇറക്കി. അല്ല ഓടാ പാമ്പ്. നീ എന്നെ ട്രോളാ. നീ വണ്ടി ചവിട്ടി വിടാൻ നോക്ക്. ചവിട്ടിയിട്ട് കഴിഞ്ഞാലേ ഇതിന്റെ ആക്സിലേറ്റർ ഒക്കെ കംപ്ലൈന്റ് ആവൂടെ. 1500 രൂപയ്ക്ക് എന്റെ വണ്ടി കംപ്ലൈന്റ് ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടാ. അവിടെ നല്ല മട്ടൺ സ്റ്റൂവും ബ്രെഡും കിട്ടുമായിരിക്കും അല്ലേ? നേരത്തും കാലത്തും എത്തിച്ചു കഴിഞ്ഞാലേ മട്ടൺ സ്റ്റൂ എന്നല്ല, അവിടെ പലതും കാണും. ഭയങ്കര വിശപ്പ്. വയറിറച്ചി കഴിക്കണം. എന്തിനാ ഈ വണ്ടി ഓടിക്കുമ്പോ ഫോൺ എടുക്കുന്നത്? ഇന്റർവ്യൂവിന്റെ അവിടെ നിന്നുള്ള കോളാണ്. ഹലോ. സർ ഐ എം റെഡി. യെസ് ഓക്കെ. യെസ് യു ക്യാൻ കോൾ നൗ. നോ പ്രോബ്ലം. ഓക്കെ സർ. ഓക്കെ. എന്തിനാ വണ്ടി ഒതുക്കുന്നത്? എവിടെ പോകുന്ന? അപ്പൊ സമയായി. ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂനാ? എനിക്ക് പോണ്ടേ? അയ്യോ, ഡ്രസ്സൊക്കെ മാറുന്നു. നിനക്ക് നാണമൊന്നുമില്ല അബി റോഡിൽ നിന്ന് ഡ്രസ്സ് മാറേ? നാണം ഇതൊക്കെ പറയാം. ഇവിടെ ഒന്ന് വാടെ പോണം. എവിടെ പോണോന്ന്? മാമോദിസയ്ക്ക് പോണ്ടേ? മാമോദിസയ്ക്ക്? നീ സമാധാനപ്പെടും. എന്റെ ജീവിത പ്രശ്നമാണ്. അവിടെ പോകുമ്പോ എല്ലാം കഴിയും. നീ അല്ലല്ലോ അവിടെ ചെയ്യണത്. അവിടുത്തെ ഫാദറിൽ ചെയ്യണം. സമാധാനപ്പെടും. ചെല്ല. നീ വന്നു ഞാൻ പോവും. വെയിറ്റ്. സമാധാനപ്പെടേ. ഇപ്പൊ കഴിയും. എന്ത് കഷ്ടം നോക്കിയാണ്. ഇടാ വരായി. ഇടാ എന്തോന്നത്? ഇടാ ഒന്ന് വാടാ. നീ വന്നു ഞാൻ പോവും. ഹായ് സർ. ഹായ് സർ. അഭി നീ വരുന്നുണ്ട്? ഞാൻ പോവും. Yes sir. Have a good day. നീ വരുന്നുണ്ടേ? Actually I am outside with my better half. No problem. It's okay sir. അഭി നിന്നെയാണ് ഞാൻ വിളിക്കുന്നത്. Yeah, I've been working in a company since 2001 sir. ഞാൻ പോവും. ഇനി എന്റെ ലൈഫിൽ നിന്നെ കൊണ്ടൊരു സ്ഥലത്ത് ഞാൻ പോവില്ല. After that I took a little break. Yeah. No sir, that's not a problem. Yeah. ഇവന്റെയൊക്കെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ പറഞ്ഞാൽ മതി. ഒരാൾ കുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ ഈശ്വര. ഇങ്ങോട്ടല്ലേ മാപ്പ് കാണിക്കുന്നേ? ഊബർ നോക്കാം. അയ്യോ, ഇവിടെ ഊബർ കിട്ടൂലേ? എന്റെ ദൈവമേ, ഒരു ഓട്ടോ പോലും വരുന്നില്ലല്ലോ ഈശ്വര. ചേട്ടാ ഈ സെന്റ് സേവിയർ ചർച്ച് എങ്ങോട്ടാ? എത്ര ദൂരമുണ്ട്? സെന്റ് സേവിയർസ് ചർച്ചോ? അതെവിടാ? ചേട്ടാ ഇവിടെ അടുത്താ. ഇങ്ങോട്ടാണ് കാണിക്കുന്നത്. ആണോ? അവിടെ എന്താ? എന്റെ ഫ്രണ്ടിന്റെ കുഞ്ഞിന്റെ മാമോദിസ, അങ്ങോട്ട് പോവാനാ. കുഞ്ഞിന്റെ വീട് എവിടെയാ?
അത് അവരുടെ കൂടെ താമസിക്കുന്ന കൊച്ചു കുഞ്ഞല്ലേ? അയ്യോ, അതല്ലേ ചോദിച്ചേ, കുഞ്ഞിന്റെ വീട് എവിടെയാണ്? എന്റെയോ? അതെ. എന്റെ തിരുമല. തിരുമല? ആ. തിരുമല അറിയാം. എന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയേ. അയ്യോ. അപ്പോ എനിക്കൊന്ന് ഒരു ഓട്ടോ വിളിച്ച് വിട്ടു തരാൻ പറ്റുമോ? ഓട്ടോ വിളിച്ച് വിട്ടുതരാം, പക്ഷെ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ നടക്കണം. അയ്യോ, ഇവിടെ റോഡ് പണി നടക്കുക. ആണോ? അതെ. ഇതിപ്പോ എങ്ങനെ പോവും? അപ്പൊ ഒരു കാര്യം ചെയ്യൂ, കുഞ്ഞിന് വിരോധമില്ലെങ്കിൽ കയറിക്കോ, ഞാൻ വിട്ടുതരാം. എന്നെ അപ്പൊ അവിടെ ഇറക്കി തരാമോ? പിന്നെന്താ? താങ്ക്സ് ചേട്ടാ. കയറിക്കോ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ. കടമ്പ കഴിഞ്ഞു. പോവാ. ഇവിടെ എവിടെ പോയി? ഡേ മഹേ, കോള് കിട്ടിയണം. പിണങ്ങി പോയതാണ്. കുഴപ്പമില്ല, നേരത്തെ അവിടെ എത്താം. തേഞ്ഞ് പെട്രോൾ എത്ര നേരത്തെ തീർന്ന? എനിക്കറിയാം, ഞാൻ അടിച്ചില്ലേ. ഇത്തിരി കഷ്ടം നോക്കിയാണ്. എന്താ ഇവിടെ നിർത്തിയേ? മോളൊന്നിറങ്ങിക്കേ. അല്ല, എന്നെ മെയിൻ റോഡിൽ ഇറക്കി തന്നാ മതി. അതൊക്കെ ആക്കി തരാം, മോളൊന്നിറങ്ങിക്കേ. ചന്ദ്ര ഒരു വാക്ക് പറഞ്ഞത് ഓക്കെയാ. ജസ്റ്റ് വെയിറ്റ്. കുഞ്ഞുവിടത്തേക്ക് ദാ വരുന്നു. അല്ല, എന്നെ കൊണ്ടാക്കിയിട്ട് പോയാ മതി. വരുന്നു. അയ്യോ, റേഞ്ച് ഇല്ല. ഇയാൾ എവിടെ പോയി കിടക്കുന്നത്? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. അഭിയും കാണാനില്ല, എന്നെ അന്വേഷിച്ചു പോലും ഇല്ല. എത്ര സമയോട് ഞാൻ നോക്കിക്കണ്ടേ? അതെ, ഞാൻ ഒരു കൂട്ടുകാരനോടെ വണ്ടി ലിഫ്റ്റ് അടിച്ചു തരായിരുന്നു. ആ വളവിന്റെ അവിടെ എത്തിയപ്പോ അവൻ ഇറങ്ങിട്ട്. അയ്യോ പാവം. ഓടി വന്നാ നിന്നെ സമ്മതിക്കണം കേട്ടാ. എന്നെ ഇങ്ങനെ പോഴത്തല്ലേ ബോസ്. ഇതൊക്കെ എന്റെ ഡ്യൂട്ടി അല്ലേ. ഇതൊക്കെ ചെയ്യുന്നോണ്ട് എനിക്ക് അതിസാരം മാത്രമേ ഉള്ളൂ. അതിസാരോ? പുതിയ മലയാളം വാക്ക് കണ്ടുപിടിച്ച്. അത് കുറച്ച് ഈയിടെയായിട്ട് കൂടുതലുണ്ട് കുറച്ച് മലയാളം. അത് കുറച്ച് ഉറക്കല്ലേ. പെട്രോള് പെട്രോളാ ഉണ്ട്, ഉണ്ട്. മൂത്രോടെ? അല്ല, പെട്രോള്. ഇതാ ഇത് വെച്ച് എന്ത് ചെയ്യേ? അത് എന്ത് വണ്ടിയിലൊഴിക്കേ. എടാ കന്നാസില് വാങ്ങിച്ചോണ്ട് വന്നൂടാ നിനക്ക്? കന്നാസി വാങ്ങിക്കാനുള്ള പൈസ വേണ്ടേ ബോസ്? അതുകൊണ്ടല്ലേ ഇല്ല വാങ്ങിച്ചത്. നമുക്ക് അടുത്ത പമ്പിൽ പോയിട്ട് വേറെ അടിക്കാം. അതുവരെ പോകൂലേ? മണ്ടന്മാരെ പിടിച്ച്. എനിക്കറിയാം. നീ അങ്ങോട്ട് കയറി കറക്റ്റായിട്ടാണോ? ചോദിച്ചു കുഴപ്പമില്ല. എടുത്തിട്ടേക്ക് ആവശ്യം വരും. പെട്ടെന്ന് പറ. അല്ല, മഹിമാടെ അവിടെ? അവള് പള്ളി പോയി. പള്ളിയില്ല? ഓ, നീ പെട്ടെന്ന് കയറല്ലേ, ഫുഡ് തീർന്നു. അല്ല, വിളിക്കാത്ത കല്യാണത്തിന് പോയി ഫുഡ് അടിക്കുന്ന മോശമല്ലേ? കല്യാണോ അല്ല മാമോദീസ. പെട്ടെന്ന് കയറി. എന്നാ കുഴപ്പമില്ല. സ്റ്റാർട്ടായാ മതിയായിരുന്നു. എനിക്ക് ഭാഗ്യമുണ്ട്. ഇയാൾ എങ്ങോട്ട് പോയത്? സമയവും കഴിഞ്ഞു.
ഓഹോ, എന്നെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് കുടിക്കാനല്ല കുടിയാ? മോളെന്താ ഇവിടെ? എനിക്ക് ഒറ്റ പോവാൻ അറിയാം. നിങ്ങൾ സഹായം ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് പോവാൻ അറിയാം. മോളെ ഞാൻ കൊണ്ടുവിടെ. ഇതാ പറഞ്ഞു. നിങ്ങൾ കൂടെ വണ്ടിയിൽ കയറി വന്നില്ലേ? അത് എന്നെയാണ് പറയാൻ. ഇതാരെണ്ണ ഇത്? എടാ ഇതെന്റെ സഹോദരൻ മോളാ. നിങ്ങൾക്കാ സഹോദരി? എടാ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ മോനാവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവളെ കെട്ടുകയും ചെയ്യാല്ല. വൃത്തിയുടെ പറയാടാ. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ കയറി വന്ന കൊച്ചാ അത്. ഞാൻ പറയും നീ വാടി 2 പെഗ് അടിച്ചോണ്ട് പോകാം. അത് നിന്റെ വീട്ടിലെ പെണ്ണുമ്പിളത് പറഞ്ഞത് പട്ടി. മോളെ ഓടി. എവിടെയാളി അവള്? വാ. ചേട്ടാ, അയ്യോ ഞാൻ ആരുമില്ലേ? അബി, എന്തിവിടെ? എന്തെനിക്ക് ഇവിടെ നിന്നൂടെ? അതോള്ള എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കും. ചർച്ചയിൽ പോയില്ലേ അപ്പൊ നീ? ഞാൻ ചർച്ചിൽ പോവാതിരിക്കും. അതൊക്കെ എന്റെ ഇഷ്ടം. നിന്റെ കൂടെ എവിടെയെങ്കിലും തിരിച്ചു കഴിഞ്ഞാൽ അത് നടക്കൂലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി വീട്ടിൽ പോവാൻ നോക്ക്. ആ എന്താ കാടാവള്? എന്താ കാടെന്നവള്? എന്റെ ആരും അല്ല ചേട്ടാ. എന്റെ ആരും അല്ല. ഞങ്ങളാരും. എന്നാ പിന്നെ അവളൊരു പാഠം പഠിച്ചിട്ട് വിട്ടാൽ അല്ല അബി, അബി ഇത്ര സമയം ഇവന്മാർ എന്റെ പിന്നാലെയായിരുന്നു. ഒരാൾ കുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ ഈശ്വര. അയ്യോ, ഇവിടെ ഊബർ കിട്ടൂലേ? ഒരു ഓട്ടോ വിളിച്ച് വിട്ടുതരാൻ പറ്റൂ? കുഞ്ഞിന് വിരോധമില്ലെങ്കിൽ കയറിക്കോ, ഞാൻ വിട്ടുതരാം. ഒന്നിറങ്ങിക്കേ, ജസ്റ്റ് വെയിറ്റ്. അയ്യോ, റേഞ്ച് ഇല്ല. ഓഹോ, എന്നെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് കുടിക്കാനല്ല കുടിയാ? നീ വാടി 2 പെഗ് അടിച്ചോണ്ട് പോകാം. അത് നിന്റെ വീട്ടിലെ പെണ്ണുമ്പിളത് പറഞ്ഞത് പട്ടി. മോളെ ഓടി. ഞാൻ ഇവിടെ കണ്ണു വെട്ടിച്ചിട്ട് ഓടുമായിരുന്നു അബി. കുറച്ചു മുന്നേ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. അത് ചുമ്മാ പറഞ്ഞത് അബി. ചുമ്മാ പറഞ്ഞതാ. നിന്റെ ആരും അല്ലേ ഞാൻ? നീ അങ്ങനെ പറയല്ലേ അബി. കഷ്ടമുണ്ട് അബി, രക്ഷിക്കാമേ. ഞാൻ നിന്റെ അപ്പ ആരും അല്ലേ? അബി, അയ്യോ. നീ ഇവന്റെ പെണ്ണെ പിടിക്കണോ? ബാബി, ഞങ്ങളുടെ ഏരിയ വന്നിട്ട് ഞങ്ങൾ അടിക്കാറായോ? കാണിച്ചു തരാം. ഈശ്വരാ, നീ പറ്റിയാ? ചിരിക്കണ
ആ